കൂട്ടുകാരെ ഇപ്പോഴുണ്ടല്ലോ മാങ്ങ ഇഷ്ടം പോലുള്ള സമയമാണല്ലോ. ഇനി ഇതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഒരു മാങ്ങ കിട്ടാൻ കൊതിക്കണ ഒരു സമയമുണ്ട് ഈ സീസണൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ. അപ്പം നമുക്ക് ഒരു ചമ്മന്തി അരയ്ക്കാനോ അല്ലെങ്കിൽ മീൻ കറിയിലിടാനോ അല്ലെങ്കിൽ ചക്കക്കുരു മാങ്ങ ഒക്കെ വയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് മാങ്ങ വേണമെന്ന് തോന്നിക്കഴിയുമ്പോൾ ഭയങ്കര വിലയായിരിക്കും. മാങ്ങ കിട്ടാത്ത സമയമുണ്ടോ. അപ്പോൾ ഇപ്പോൾ നമ്മൾ മാങ്ങ സൂക്ഷിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മാങ്ങയില്ലാത്ത സീസണിൽ ആവശ്യത്തിനെടുത്ത് ഉപയോഗിക്കാം. അപ്പോൾ പച്ചപ്പൊന്നും നഷ്ടപ്പെടാതെ മാങ്ങ എങ്ങനെ ഫ്രഷായിട്ട് സൂക്ഷിച്ച് വെക്കാമെന്ന് കാണിക്കുന്ന വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നേക്കുന്നത്. അപ്പോൾ ധാരാളം മാങ്ങ പല രീതിയിൽ നമ്മൾ സൂക്ഷിച്ച് വെക്കാറുണ്ട്. അച്ചാറിട്ട് വെക്കാറുണ്ട്, ഉപ്പുമാങ്ങ ഉണ്ടാക്കാറുണ്ട്, പിന്നെ മാങ്ങ ഉണക്കി സൂക്ഷിക്കാറുണ്ട്. പക്ഷേ ഇത് ഞാൻ കാണിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും പച്ചമാങ്ങ പച്ചയായി തന്നെ എങ്ങനെ സൂക്ഷിച്ച് വെക്കാം എന്നുള്ള വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നേക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. ഒരു കേടുമില്ലാതെ ഈ മാങ്ങ നമുക്ക് സൂക്ഷിച്ച് വെക്കാം. അപ്പോൾ ആദ്യം തന്നെ ഞാനൊരു 8-9 മാങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ. അത് തൊലി ചെത്തി എടുക്കുകയാണ്. ഇതപ്പോൾ മാങ്ങയെല്ലാം തൊലി ചെത്തി എടുത്തു. ഇനി അത് പൂളിയെടുക്കാം. എത്ര മാങ്ങ വേണമെങ്കിലും ഇതുപോലെ നമുക്ക് സൂക്ഷിച്ച് വെക്കാം. ഇപ്പോൾ ഇതാ മാങ്ങയെല്ലാം പൂളി എടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ അരിഞ്ഞെടുക്കുക. അപ്പോൾ അതിൻ്റെ വലിപ്പമൊക്കെ നമുക്ക് തന്നെ തീരുമാനിക്കാം കേട്ടോ, ഏത് വലിപ്പത്തിൽ വേണം എന്നൊക്കെ. കുറച്ച് കൂടുതൽ വലിപ്പത്തിൽ എടുത്തു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മീൻ കഷ്ണങ്ങളിലൊക്കെ ഇടാൻ വേണ്ടിയിട്ട് അത് പാകമായിരിക്കും. ഇതിപ്പോൾ എല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട് നമ്മൾ. ഇനി ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്, ഈ മാങ്ങ മുങ്ങിക്കിടക്കാൻ പാകത്തിന്. എന്നിട്ട് സാധാരണ വെള്ളം കേട്ടോ, സാധാ വെള്ളമാണ്, ചൂടാക്കിയതൊന്നുമല്ല. എന്നിട്ട് അതിലേക്ക് ഇതാ 2 സ്പൂണ് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ആ പഞ്ചസാര ഒന്ന് ഇളക്കി അലിയിച്ചെടുക്കുക. അതിനുശേഷം ആ പഞ്ചസാര എടുത്ത് അതേ അളവിൽ തന്നെ വിനാഗിരി ഒഴിച്ചു കൊടുക്കുകയാണ്. ചൊറുക്കയല്ല, കടയിൽ നിന്ന് വാങ്ങിക്കുന്ന വിനാഗിരി ഉണ്ടല്ലോ, അത് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അതും ഇളക്കി യോജിപ്പിക്കുക. അതിനുശേഷം നമ്മൾ അരിഞ്ഞു വച്ചേക്കുന്ന മാങ്ങ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒരു 10-15 മിനിറ്റ് അങ്ങനെ ഇരിക്കട്ടെ. അപ്പോൾ ആ മാങ്ങയുടെ ഫ്രഷ്നെസ് പോവാതിരിക്കാൻ വേണ്ടിയിട്ടാട്ടോ ഇങ്ങനെ ചെയ്യുന്നത്. ഇപ്പോൾ കുറച്ച് സമയം കഴിഞ്ഞു. ഇനി ഞാൻ ഈ മാങ്ങ വെള്ളത്തിൽ നിന്ന് ഒന്ന് ഊറ്റിയെടുക്കുകയാണ്. ഏതെങ്കിലും ഒരു പാത്രത്തിൽ വെള്ളം വാലാൻ എടുത്തു വയ്ക്കുക. ഇപ്പോൾ മാങ്ങയുടെ വെള്ളം നന്നായിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ എന്നാലും ഇതാ കഷ്ണങ്ങളുമൊക്കെ ജലാംശം ഉണ്ടാവും. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എന്താ ഒരു ടർക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് ആ ടർക്കിയിലേക്ക് നമ്മൾ ഈ മാങ്ങ കഷ്ണങ്ങളിട്ട് ആ ജലാംശം ബാക്കിയുള്ളതെല്ലാം ഒപ്പി കളയണം. നല്ല കട്ടിയുള്ള ഇതുപോലെയുള്ള തുണികൾ എടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് ആ ജലാംശം ഒപ്പിക്കളയാൻ പറ്റും. വെയിലത്തൊന്നും കൊണ്ടുപോയി വെക്കരുത് കേട്ടോ. വെയിലത്ത് കൊണ്ടുപോയി വെച്ച് കഴിഞ്ഞാൽ പിന്നെ മാങ്ങ നമ്മൾ എടുക്കുമ്പോൾ ഒരു വാട്ടച്ചൊവ വരും. അപ്പോൾ ഇങ്ങനെ തന്നെ വെള്ളം ഒപ്പിക്കളയുക. ഇപ്പോൾ അത് നല്ലപോലെ അതിൻ്റെ വെള്ളമെല്ലാം ഉപ്പിക്കളഞ്ഞിട്ടുണ്ട്. ഇനി ഞാൻ എന്താ ഒരു ട്രേ എടുത്തിട്ടുണ്ട്, അതിലേക്ക് മാങ്ങ കഷ്ണങ്ങൾ മാറ്റുകയാണ്. ഇനി ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 1-1.5 മണിക്കൂർ ഇതൊന്ന് ഫ്രീസറിൽ വെക്കണം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരിട്ട് വെച്ച് കഴിഞ്ഞാൽ പിന്നെ മാങ്ങ എടുക്കുമ്പോൾ ഒരു കഷ്ണത്തോട് ഒട്ടിപ്പിടിച്ചിരിക്കും. ഇങ്ങനെ ഫ്രീസ് ചെയ്തിട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ളപ്പോൾ ഇതിൽ നിന്ന്
ഒട്ടിപ്പിടിക്കാതെ കഷ്ണങ്ങൾ വളരെ ഈസി ആയിട്ട് എടുക്കാൻ പറ്റും. ഇപ്പോൾ ദാ ഒരു 1-1.5 മണിക്കൂർ ഫ്രീസറിൽ വെച്ചതിന് ശേഷം ഞാനത് പുറത്തെടുത്തിട്ടുണ്ട്. കാണിച്ചു തരാം. കണ്ടോ, ഇന്ന് ചെറുതായിട്ട് കട്ടയായിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ഇതുപോലെയുള്ള ഒരു കവർ എടുക്കുക. സിബ്ലോക്ക് കവർ ഉണ്ടെങ്കിൽ അതെടുക്കാം. എൻ്റെ കയ്യിൽ അതില്ല കേട്ടോ ഇപ്പോൾ, അതുകൊണ്ടാണ് ഞാൻ ഈ കവർ എടുത്തിരിക്കുന്നത്. എന്നിട്ട് ഈ കവറിലേക്ക് മാങ്ങയാക്കി വയ്ക്കുക. ഇത് ഒരുമാതിരി വലിയ കവറാട്ടോ. അപ്പം നമ്മുടെ കയ്യിൽ നമ്മൾ എന്തുമാത്രം മാങ്ങ എടുത്ത് സൂക്ഷിച്ച് വയ്ക്കാൻ ഉദ്ദേശിക്കേണ്ടെന്ന് വെച്ചാൽ അതുപോലെ കവറുകൾ എടുത്തിട്ട് നമ്മൾ ലോക്ക് ചെയ്ത് സൂക്ഷിച്ച് വയ്ക്കുക. ഇപ്പം എല്ലാം കവറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഞാൻ ഈ ഭാഗം ഒന്ന് സീൽ ചെയ്ത് കൊണ്ടുവരാം. ഇനി ഇപ്പോൾ സീൽ ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. എന്നിട്ട് അത് ആ ട്രേയിൽ തന്നെ വെച്ചിട്ട് നമുക്ക് ഫ്രീസറിൽ വയ്ക്കാം. അപ്പോൾ ഇതുപോലെ ഇനിയും മാങ്ങ വേണമെങ്കിൽ കവറിലാക്കി ഇതേ പാത്രത്തിൽ മുകളിലാക്കി വയ്ക്കാം. അപ്പോൾ ഇങ്ങനെയാണ് മാങ്ങ സൂക്ഷിച്ച് വയ്ക്കേണ്ടത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത്, ഷെയർ ചെയ്ത്, കമൻറ്റ് ചെയ്ത്, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇനി ഇത് ഫ്രീസറിലേക്ക് എടുത്ത് മാറ്റാം. അപ്പോൾ വീണ്ടും വേറെ വീഡിയോ ആയിട്ട് വരാം. താങ്ക് യു.